അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ എഡിജിപി എം.ആർ. അജിത് കുമാറിന് നിർണായക ദിനം. വിജിലൻസ് നൽകിയ ക്ലീൻ ചിറ്റ് തിരുവനന്തപുരം വിജിലൻസ് കോടതി റദ്ദാക്കിയതിനെതിരെ അജിത് കുമാർ നൽകിയ ഹർജിയിൽ കേരള ഹൈക്കോടതി ഇന്ന് വിധി പറയും. മുഖ്യമന്ത്രിക്കെതിരായ വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങൾ നീക്കണമെന്ന സർക്കാരിന്റെ ഹർജിയിലും കോടതി തീരുമാനമെടുക്കും. ഡാനി പോൾ വിവരങ്ങളുമായി ചേർന്നു. ഡാനി, എന്തായാലും എഡിജിപിക്ക് ഇന്ന് നിർണായകം. തീർച്ചയായും എഡിജിപിക്ക് ഇന്ന് ഹൈക്കോടതിയിലെ നടപടികൾ നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ വിജിലൻസ് കോടതിയുടെ പരാമർശങ്ങൾ, വിജിലൻസ് കോടതിയുടെ കണ്ടെത്തലുകളും എല്ലാം തന്നെ ഇക്കാര്യത്തിലുണ്ട്. ഇതിൽ തനിക്കെതിരെ നടത്തിയ അന്വേഷണങ്ങൾ ഇത് ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നു. പിന്നീട് ഒരു അനുകൂലമായ ഒരു വിധി സമ്പാദനത്തിലേക്ക് അടക്കം പോവുകയും ചെയ്യുന്നു. പക്ഷേ വിചാരണ കോടതി ഇത് തള്ളുകയായിരുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് ഇതിൽ കൂടുതൽ വസ്തുതപരമായ അന്വേഷണങ്ങൾക്കും കാര്യങ്ങൾക്കും സാധ്യതയുണ്ട്, ഇതൊന്നും പരിശോധിച്ചില്ല എന്ന രീതിയിലായിരുന്നു വിചാരണ കോടതി ഇതെല്ലാം തന്നെ കണ്ടെത്തിയിരുന്നത്. പക്ഷേ ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ കേസ് റദ്ദാക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയിലേക്ക് എം.ആർ. അജിത് കുമാർ ചെല്ലുന്നത്. ആ സമയത്ത് കേസ് പരിഗണിക്കുമ്പോൾ ഗുരുതരമായ ചില കാര്യങ്ങൾ കൂടി കോടതിയുടെ ഭാഗത്തു നിന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു. കാരണം ഇത് ആരാണ് അന്വേഷിച്ചത്, ചട്ടപ്രകാരം ഇത് അന്വേഷിക്കേണ്ടതുണ്ട്. അതിൽ ഈ അഴിമതി നിരോധന നിയമപ്രകാരം 17A പ്രകാരം ഇതിൽ അനുമതി വാങ്ങി അതിനുശേഷമുള്ള അന്വേഷണങ്ങളടക്കമുള്ള കാര്യങ്ങൾ പോകേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള അനുമതികൾ വാങ്ങിയിരുന്നു എന്ന് ചോദിച്ചു. തുടർന്നാണ് ഇതിൽ ആരന്വേഷണം നടത്തിയെന്നതിലാണ് വളരെ ഗൗരവതരമായ രീതിയിലുള്ള ചില കണ്ടെത്തലുകളുണ്ടായത്. DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് അന്വേഷിച്ചതെന്ന് പറഞ്ഞപ്പോൾ കോടതി തന്നെ അന്ന് കേസ് പരിഗണിക്കുമ്പോൾ ചോദിച്ചിരുന്നു, ഇതെങ്ങനെയാണ് സാധ്യമാവുക? കാരണം റാങ്കിൽ കുറഞ്ഞ ഒരു ഉദ്യോഗസ്ഥൻ ഇതെങ്ങനെ അന്വേഷിക്കാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചു. കോടതി തന്നെ അതിനൊരു ഉദാഹരണം എന്ന രീതിയിൽ പറഞ്ഞത് ഈ ഹൈക്കോടതി ജഡ്ജിക്കെതിരെ രജിസ്ട്രാർ അന്വേഷണം നടത്തിയാളുടെ അവസ്ഥ എന്താകുമെന്ന് ആ രീതിയിലൊരു പരാമർശം വാക്കാൽ തന്നെ അതിന് ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോൾ ആ രീതിയിലല്ല അന്വേഷണം നടക്കേണ്ടത്. തുടർന്ന് എം.ആർ. അജിത് കുമാറിൻ്റെ അഭിഭാഷകൻ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ചട്ടപ്രകാരമുള്ള രീതിയിലേക്ക് അന്വേഷണം പോയിരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. സർക്കാരിൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് തങ്ങൾ അന്വേഷണത്തിലേക്ക് കടന്നത്. സാധാരണ നടപടി പ്രകാരമുള്ളൊരു അന്വേഷണമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ ബോധിപ്പിക്കുകയും ചെയ്തു. അതുമാത്രവുമല്ല, വിജിലൻസ് കോടതിയിൽ നിന്ന് ചില പരാമർശങ്ങളുണ്ടായിരുന്നു. അത് മുഖ്യമന്ത്രിക്കെതിരെയും അടക്കമുള്ള ചില രീതിയിലുള്ള സൂചനകളുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങൾ കാര്യങ്ങൾ കൂടി അതിൽ നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നൽകിയ അപേക്ഷ അടക്കമുള്ള കാര്യങ്ങൾ കൂടി ഇന്ന് കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നുണ്ട്. നേരത്തെ ഈ കേസ് പരിഗണിക്കുമ്പോൾ PV അൻവർ അദ്ദേഹം കൂടി കേസിൽ കക്ഷി ചേരുന്നതിന് കോടതിയെ സമീപിക്കുകയുണ്ടായിരുന്നു. കോടതി അനുവദിക്കുകയും ചെയ്തു. അതിൽ വാദമുഖമായി അദ്ദേഹം പറഞ്ഞത് താൻ നൽകിയ ചില പരാതികൾ, എം.ആർ. അജിത് കുമാറിനെതിരെ നൽകിയ പരാതികൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് സർക്കാർ ഇതൊരു അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ കൂടി ഈ കേസിൽ കക്ഷി ചേർക്കണമെന്ന അദ്ദേഹത്തിൻ്റെ അപേക്ഷയുണ്ടായിരുന്നു. അത് കോടതി അനുവദിക്കുകയും എല്ലാം തന്നെ ചെയ്തു. അങ്ങനെ ഇത്തരം ഒരു സാഹചര്യങ്ങളിലൂടെയാണ് ഈ കേസെല്ലാം തന്നെ കടന്നു പോവുകയും ചെയ്തത്. എന്തായാലും കോടതി ജസ്റ്റിസ് ബദറുദ്ദീൻ ആണ് കേസ് പരിഗണിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ബെഞ്ചിലേക്ക് രാവിലെയോടുകൂടി തന്നെ ഈ കേസ് പരിഗണനയ്ക്ക് വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എം.ആർ. അജിത് കുമാറിനെ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിർണായകമായൊരു ദിവസം തന്നെയാണ്. കാരണം ഈ കേസിൽ എന്ത് തീരുമാനമെടുക്കുന്നു, കോടതി എന്ത് തീർപ്പ് കൽപ്പിക്കുന്നു, അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള പരാമർശങ്ങൾ പോലും ഉണ്ടായാൽ പോലും അത് വളരെ ഗുരുതരമായിട്ട് തന്നെ അത് പ്രതിഫലിക്കുകയും എല്ലാം തന്നെ ചെയ്യും. എന്തായാലും കോടതി ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഈ കേസ് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഡാനി പോളാണ് വിവരങ്ങൾ. തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം.